Good morning, my dear students. In this video, we are discussing about the topic IP version 6 address. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു IP version 4 address, അതായത് 32-bit അഡ്രസ്സ് ആണ്, എങ്ങനെയാണ് അഡ്രസ് നൊട്ടേഷൻസ്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസ്സസ് ഏതൊക്കെയാണ് അതിൽ യൂസ് ചെയ്യുന്നതൊക്കെ കണ്ടതാണ്. അടുത്തതാണ് IP version 6 address. Despite all short-term solutions such as classless addressing, dynamic host configurations protocol and NAT, address depletion is a still long-term problem for the internet. This and other problem in the IP protocol itself, such a lack of accommodation for real-time audio and video transmission and encryptions and authentication of data for some applications, have been the motivation for IP version 6. അപ്പോൾ നമുക്കറിയാം IP version 4-ൻ്റെ ഒരു അഡ്വാൻസ്ഡ് അഡ്രസ് വേർഷൻ ആയിരിക്കും IP version 6 എന്ന് പറയുന്നത്. അപ്പോൾ IP version 4-ൽ ഉള്ള എല്ലാ ഡ്രോബാക്സുകളെയും ഓവർകം ചെയ്യാൻ വേണ്ടിയാകാം IP version 6 ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് IP version 6 അഡ്രസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മെയിൻ പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നു. ക്ലാസ്ലെസ് അഡ്രസ്സിങ്, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ, അതുപോലെ നാറ്റ്, ഇതൊക്കെ നമ്മൾ കണ്ടാണ്. ഇതിലെന്തെന്ന് വെച്ചാൽ എന്താണ്, ഒന്നെങ്കിൽ ഒരുപാട് ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ സ്മോൾ ഓർഗനൈസേഷനോ മിഡ് ഓർഗനൈസേഷനോ കീഴിൽ ഇന്ന റേഞ്ച് ഫിക്സ് ചെയ്ത് നമ്മൾ IP അഡ്രസ്സ് കൊടുക്കുമ്പോൾ ആ IP അഡ്രസ്സ് മുഴുവനും അവിടെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരുപാട് അഡ്രസ്സുകൾ അങ്ങനെ ലോസ് ആയി പോകാറുണ്ട്. അതുപോലെ ഈ ഓഡിയോ വീഡിയോ ട്രാൻസ്മിഷൻസൊക്കെ എന്താണ് ചില സിറ്റുവേഷനിൽ ലാക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ എൻക്രിപ്ഷൻ ആൻഡ് ഒതൻറ്റിക്കേഷൻ ഫോർ ഡേറ്റ ഫോർ സം ആപ്ലിക്കേഷൻ, ഇതിനൊക്കെ ഒരു പ്രശ്നം ഈ IP version 4-ൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് IP version 6 വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ an IP version 6 address consists of 60 bytes octet. It is 128 bits long. An IP version 6 address is 128 bits long. അപ്പോൾ IP version 6 അഡ്രസ്സ് എന്ന് പറയുന്നത് 128 bits long ആയിരിക്കും. ഹെക്സാഡെസിമൽ കോളൻ നൊട്ടേഷൻസ്. ഓക്കെ, ടു മേക്ക് അഡ്രസ് മോർ റീഡബിൾ IP version 6 സ്പെസിഫൈ ഹെക്സാഡെസിമൽ കോളൻ നൊട്ടേഷൻ. ഇൻ ദിസ് നൊട്ടേഷൻ, അപ്പോൾ ഓർക്കുക, നമ്മൾ IP version 4-ൻ്റെ അകത്താണെങ്കിൽ എന്തായിരുന്നു, ഒക്ടറ്റ് നൊട്ടേഷൻ ആയിരുന്നു യൂസ് ചെയ്യുന്നത് അല്ലേ. ഒക്ടൽ നമ്പേഴ്സ് 4 ഒക്ടറ്റ് ആയിരുന്നു, ദെൻ സെപ്പറേറ്റഡ് ബൈ ഡോട്ട്സ് ആയിരുന്നു. ഇവിടെ ഹെക്സാഡെസിമൽ നമ്പേഴ്സ് ആയിരിക്കും സെപ്പറേറ്റഡ് ബൈ കോളൻ അല്ലേ, കോളൻ വെച്ചായിരിക്കും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇൻ ദിസ് നൊട്ടേഷൻ 128 bits is divided into 8 sections, each 2 bytes in length. ഇവിടെ 128 ബിറ്റ്സുകളെ 8 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്തായിരുന്നു, നമ്മുടെ IP version 4-ലാണെങ്കിൽ 32 ബിറ്റ്സിനെ 4 ഗ്രൂപ്പായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്. 2 bytes in hexadecimal notation required 4 hexadecimal ഡിജിറ്റ്സ്. അപ്പം ഈ 2 bytes റെപ്രസെൻറ്റേഷനിൽ എത്ര ഹെക്സാഡെസിമൽ നമ്പർ വേണം നമുക്ക്? 4 ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. Therefore, the address consists of 32 hexadecimal digit with every 4 digits separated by a colon. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് IP version 6 അഡ്രസ്സിൻ്റെ ബൈനറി ആൻഡ് ഹെക്സാഡെസിമൽ കോളൻ നൊട്ടേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, FDEC എന്ന് പറഞ്ഞാൽ എന്താണ്? F എന്ന് പറയുന്നത് നമുക്കറിയാം എവിടെ തൊട്ട് എവിടം വരെയാണ് ഹെക്സാഡെസിമൽ നമ്പർ 0 to 15 വരെയാണ് അല്ലേ. അതിൽ കോമ്പിനേഷൻസ് ഓഫ് നമ്പേഴ്സും ഉണ്ട്, ആൽഫബറ്റ്സും ഉണ്ട്. അതായത് 0 to 9 വരെ, ദെൻ ആഫ്റ്റർ 10-നെ A ആയിട്ടും, ദെൻ B C D E F വരെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, 0 to 15 വരെ. അപ്പോൾ F എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്. 15 എന്ന് പറയുന്നത് 4 ones ആണ്. 15 1 1 1 1 1. ദെൻ D എന്ന് പറയുന്നത് എന്താണ്? A എന്ന് പറയുന്നത് 10, B എന്ന് പറയുന്നത് 11, C 12, D എന്ന് പറയുന്നത് 13 ആയിരിക്കും. സോ 1 1 0 1, ദെൻ E C. ഓക്കെ, അപ്പോൾ ഈ ഓരോ താഴെ കാണുന്ന FDEC കോളൻ സെപ്പറേറ്റഡ് ബൈ കോളൻ ആണ്, മറ്റേത് ഡോട്ട് ആയിരുന്നു. 0074 കോളൻ 0000 കോളൻ 0000 കോളൻ 0000 കോളൻ B0FF കോളൻ 0000 കോളൻ FFFF. ഇതാണ് നമ്മുടെ ഹെക്സാഡെസിമൽ കോളൻ ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷൻ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ബൈനറി നൊട്ടേഷനാണ് ഈ മേളിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 128 ബിറ്റ്സ് ആണ്, അതായത് 16 bytes ആണ്. ദാറ്റ് മീൻസ് 32 ഹെക്സാ ഡിജിറ്റ്സ് ആയിരിക്കും IP version 6 അഡ്രസ്സിൽ കാണുക. ഓക്കെ, ദെൻ അബ്രിവേഷൻ
Although IP address even in hexadecimal format is very long, many of the digits are zeros. In this case, we can abbreviate the address. അപ്പോൾ ഈ കേസിൽ ഒരു പ്രശ്നമുണ്ട്. ഹെക്സാഡെസിമൽ ഫോമാറ്റ് എന്ന് പറയുന്നത് വെരി ലോങ് ആണ് അല്ലേ. അപ്പോൾ 16 ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? 8 ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റഡ് ബൈ കോളൻ ആണ്. അപ്പോൾ ഈ ഇതിൽ വെരി ലെങ്തി ആയിട്ടുള്ള ഒരു അഡ്രസ് ഫോർമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ കേസിൽ നമുക്കിതിനെ അബ്രിവേഷൻ നടത്തണം. ദ ലീഡിങ് സീറോസ് ഓഫ് എ സെക്ഷൻ 4 digit between 2 colons can be omitted. Only the leading zeros can be dropped, not the trailing zeros. Using this form of abbreviation, 0074 can be written as 74, 000F as F and 000 as 0. അപ്പം നമ്മുടെ ലീഡിങ് സീറോയിൽ അപ്പം സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ എന്താ 4 digit ബിറ്റ്വീൻ 2 columns, അതായത് ലീഡിങ് സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ ആ സീറോസ് നമുക്ക് ഒമിറ്റ് ചെയ്ത് നമുക്ക് റിമൈനിങ് വരുന്നത് അവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം FDEC, അതിൽ ലീഡിങ് സീറോസ് ഒന്നും വരുന്നില്ല, സോ അതിനെ ഒമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ദെൻ അടുത്തത് 0074 ആണ്, അതിനെ നമ്മൾ എങ്ങനെ അബ്രിവേറ്റ് ചെയ്യും? 74 എന്ന്. ദെൻ 0000 ആണെങ്കിൽ 0 ആയിട്ടും, ദെൻ 0000 എഗെയിൻ 0, 0000 0, B0FF അതിനെ നമുക്ക് അബ്രിവേറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് സീറോയിലല്ല ലീഡ് ചെയ്യുന്നത്. അടുത്തത് 0000 ആണ്, അതിനെ 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു, FFFF. അപ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്രസ് അബ്രിവേഷൻസ് എങ്ങനെയായിരിക്കും? FDEC: 74: 0: 0: B0FF: 0: FF എന്ന് ആയിരിക്കും. ഓക്കെ, അപ്പം അതാണ് നമ്മളിവിടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. എക്സ്പാൻഡ് ദി അഡ്രസ് 0.15: 1:12:12132 ടു ഇറ്റ്സ് ഒറിജിനൽ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, 0:15: എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതൊന്ന് നോക്കുക. ഓക്കെ, വി ഫസ്റ്റ് നീഡ് ടു അലൈൻ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഡബിൾ കോളൻ ടു ദി ലെഫ്റ്റ് ഓഫ് ദി ഒറിജിനൽ പാറ്റേൺ ആൻഡ് ദി ഡിജിറ്റ് സൈഡ് ഓഫ് ദി ഡബിൾ കോളൻ ടു ദി റൈറ്റ് ഓഫ് ദി ഒറിജിനൽ പാറ്റേൺ ടു ഫൈൻഡ് നമ്പർ. മെനി സീറോസ് വി നീഡ് ടു റീപ്ലേസ് ദി കോളൻ, ഡബിൾ കോളൻ. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇവിടെ കാണിക്കുക 0:15: 1:12:12132 എന്നാണ് അല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഒറിജിനൽ അഡ്രസ്സിലേക്ക് മാറ്റുന്നതെന്ന് വെച്ചാൽ, 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 4 digit 0 വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് 0 ആയിട്ട് കാണിക്കാം. സോ അതിനെ എങ്ങനെയായിരിക്കും തിരികെ ഒറിജിനൽ ഫോമിലേക്ക് മാറ്റുക? 0000. ഓക്കെ, കോളൻ ഇട്ടു. 15 എന്നാണ് കാണിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് 4 digits ആണ് വേണ്ടത്. അപ്പോൾ 15 എന്ന് കാണിക്കുന്നുമെങ്കിൽ ലീഡിങ് 2 zeros അവിടെ ഉണ്ടായിരിക്കണം. സോ 0015. ഓക്കെ, കോളൻ. ദെൻ ഇവിടെ കണ്ടിരിക്കുന്നത് എന്താണ്? കോളൻ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? കോളൻ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് 2 കോളൻ, അതായത് ഇവിടെ നോക്കുക 15 കഴിഞ്ഞിട്ട് 0000 കോളൻ, 0000 കോളൻ, എഗെയിൻ 0000 കോളൻ, 0001. അതെന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 1-നെ 1 എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലീഡിങ് എത്ര സീറോസ് ഉണ്ടായിരിക്കും? 3 zeros ഉണ്ടായിരിക്കും. സോ 12നെ എങ്ങനെ കാണിക്കാം? 0012 കോളൻ 1213. അപ്പോൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ ഗ്രൂപ്പിലും എത്ര ബിറ്റ്സുകൾ ഉണ്ടായിരിക്കണം? 4 ബിറ്റുകൾ ഉണ്ടായിരിക്കണം. ദെൻ ഡബിൾ കോളൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ടു ഫൈൻഡ് നൗ മെനി സീറോസ് വി നീഡ് ടു റീപ്ലേസ് ദി ഡബിൾ കോളൻ. എഴുതി കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ടോട്ടൽ എത്ര ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം? 8 ഗ്രൂപ്പുകളായിരിക്കണം ഇവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ 15 കഴിഞ്ഞിട്ട് കോളൻ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് 0, ദെൻ 1 2 3 3 zeros ആണ് അടുപ്പിച്ച് വരുന്നത്. സോ 0000 കോളൻ 0000 കോളൻ 0000 എന്ന് എഴുതുന്നതിന് പകരം നമ്മളെങ്ങനെ എഴുതി? 2 കോളൻ ഇട്ട് വിട്ടു. അപ്പോൾ എഴുതി കഴിയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, 8 ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം, ഓരോ ഗ്രൂപ്പിലും 4 ബിറ്റുകളും ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, address space. IP version 6 has many larger address space. 2128 address are available. Okay, the designers of IP version 6 divided the address into several categories. A few leftmost bit called the type prefix. In each address define its category. The type prefix is variable in length, but it is designed such that no code is identical to the first part of any other code. In this way, there is no ambiguity when an address is given. The type prefix can easily be determined. അപ്പോൾ ഈ IP version 6-ന്
2128 അഡ്രസ്സുകളാണ് ഇതിന് ഉള്ളത്. ഓക്കെ, 2128 അഡ്രസ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഡിസൈനേഴ്സ് എന്ന് വെച്ചാൽ IP വേർഷൻ 6 ഡിവൈഡഡ് ദി അഡ്രസ് ഇൻറ്റു സെവറൽ കാറ്റഗറി. ഈ അഡ്രസ്സിനെ സെവറൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതു എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ബിറ്റ്സുകൾ ലെഫ്റ്റ് പോസ്റ്റ് ബിറ്റുകളെ ടൈപ്പ് പ്രിഫിക്സ് എന്നും ദെൻ ഈച്ച് അഡ്രസ് ഡിഫൈൻ ഇറ്റ്സ് കാറ്റഗറി. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ 2128 അഡ്രസ്സിനെ ഓരോ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ കാറ്റഗറിയിലെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി ഓരോ പ്രിഫിക്സും, അതായത് ഇപ്പം 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 0000, 0001, 0011 അങ്ങനെ 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്രസ്സ് ബിറ്റ്സുകളുടെ എല്ലാം ഇന്ന ഗ്രൂപ്പ്, അതുപോലെ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്രസ്സ് എല്ലാം ഇന്ന ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെ IP അഡ്രസ്സിനെ ഈ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ കാറ്റഗറീനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ടൈപ്പ് പ്രിഫിക്സ് വെച്ച് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ ആംബിഗിറ്റി അഡ്രസ്സ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് അവിടെ ഒഴിവാക്കാനും സാധിക്കുന്നു. ഓക്കെ, താങ്ക് യു.